ഹായ് ഫ്രണ്ട്സ്, ലാബ് അസിസ്റ്റന്റ് ഫൈനൽ ആൻസർ കീ. ബുർബൺ രാജവംശം ഏത് രാഷ്ട്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ എ ഫ്രാൻസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. 3 ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാര്? ആൻസർ ബി വാഗ്ഭടാനന്ദൻ. 4 ചേരുംപടി ചേർക്കുക. ആൻസർ ബി ആണ്. ഇന്ത്യൻ നാഷണൽ ആർമി രാജ് ബിഹാരി ബോസ്, ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യ സെൻ, സ്വരാജ് പാർട്ടി സി ആർ ദാസ്, ഗദ്ദ പാർട്ടി ലാല ഹർദയാൽ. 5 2025 പത്മവിഭൂഷൺ പുരസ്കാരത്തിനു അർഹമായ കുമുദിനി രജനീകാന്ത് ലഖിയ ഏത് മേഖലയിലാണ് പ്രശസ്തി ആർജിച്ചത്? നൃത്തമാണ്. 6 താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഇവിടെ ശരിയായത് 1ഉം 4ഉമാണ്. നീലം കർഷകരുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം. അഹമ്മദാബാദിലെ സത്യാഗ്രഹം തുണിമിൽ തൊഴിലാളികൾക്ക് വേണ്ടിയായിരുന്നു. കേദാ സത്യാഗ്രഹം കർഷക തൊഴിലാളികൾക്കും. സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ടു. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്ന പ്രദേശം? ആൻസർ സി നീലഗിരി. 8 ആപേക്ഷിക ആർദ്രത കൂടുതലുള്ള തണുത്ത നീണ്ട രാത്രികൾ ഇത് രൂപം കൊള്ളാൻ കാരണമാകുന്നു. ആൻസർ എ തുഷാരം. ദേശീയ ജലപാത 3 ഏത് മുതൽ ഏതുവരെയാണ് ബന്ധിപ്പിക്കുന്നത്? മുന്നേ കൊല്ലം ടു കോട്ടപ്പുറം ആയിരുന്നു, ഇപ്പോൾ കോഴിക്കോട് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതായിരിക്കാം ആൻസർ ഡി ആണ്. മുകളിൽ കൊടുത്തവയൊന്നുമല്ല. ഇപ്പോൾ കൊല്ലം കോഴിക്കോടാണ്. 10 താഴെ കൊടുത്തവയിൽ അവസാദ ശിലകൾക്ക് ഉദാഹരണം ഏത്? 1ഉം 3ഉമാണ്. ചുണ്ണാമ്പ് കല്ലും കൽക്കരിയും. 11 ആകാശത്തിൽ പാളികൾ പോലെ കാണപ്പെടുന്ന മേഘം സ്ട്രാറ്റസ് മേഘം. 12 അനസാഗർ തടാകം ഏതു സംസ്ഥാനത്തിലാണ്? രാജസ്ഥാൻ. 13 ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത്? ആൻസർ സി വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. 14 ആഗോളവൽക്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ആൻസർ ഡി ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാം രാജ്യങ്ങൾ തമ്മിലുള്ള ദ്രുത സംയോജന പ്രക്രിയയാണ്. രാജ്യങ്ങൾക്കിടയിൽ കൂടുതൽ സാധനങ്ങളും സേവനങ്ങളും നിക്ഷേപവും സാങ്കേതിക വിദ്യയും നീങ്ങുന്നു. ലോകത്തിൽ മിക്ക പ്രദേശങ്ങളും പരസ്പരം അടുത്ത ബന്ധം പുലർത്തുന്നു. 15 വികേന്ദ്രീകൃത ആസൂത്രണത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതി? 9ാം പഞ്ചവത്സര പദ്ധതി. ആൻസർ എ. 16 ഹരിത വിപ്ലവത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ആൻസർ സി ആണ്. 1ഉം 3ഉമാണ് ശരി. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിക്കുക. ആധുനിക ജലസേചന സൗകര്യം ഉപയോഗപ്പെടുത്തുക. ആൻസർ ഓപ്ഷൻ 2 എന്ന് സ്റ്റേറ്റ്മെന്റ് 2 ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ വിദേശ ആശ്രയത്വം നേടിയെടുക്കുക എന്നത് തെറ്റാണ്. ഇന്ത്യ ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ സ്വാശ്രയത്വം നേടിയതാണ് ഹരിത വിപ്ലവത്തിലൂടെ. 17 വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ ബി ആണ്. പണം അച്ചടിച്ചിറക്കുന്നത് RBI ആണ്. 18 2025 ഏപ്രിൽ 30 ചുമതലയേറ്റ കേരളത്തിന്റെ 50ാമത്തെ ചീഫ് സെക്രട്ടറിയാണ് A ജയതിലക്. 19 പഹൽഗാമിലെ ഭീകരാക്രമണത്തിനു തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേരാണ് ഓപ്പറേഷൻ സിന്ദൂർ. 20 താഴെ പറയുന്ന പ്രസ്താവനയിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്? ആൻസർ എ ആണ്. 1ഉം 2ഉം മാത്രമാണ് ശരി. 1946 ക്യാബിനറ്റ് മിഷൻ പദ്ധതിയിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടത്. ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുത്തത് ജനസംഖ്യയ്ക്ക് ആനുപാതികമായി പരോക്ഷ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിലൂടെയായിരുന്നു. 21 ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ചില വകുപ്പുകളും അവയുടെ വിവരണവും നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. 21ന്റെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാനും ഭരണം നടത്തുവാനും ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശം വകുപ്പ് 30 ആണ്. മതപരമായ കാര്യങ്ങളുടെ നടത്തിപ്പിനുള്ള അവകാശം വകുപ്പ് 26. സ്ഥാനപ്പേര് നിർത്തലാക്കൽ വകുപ്പ് 18. അറസ്റ്റിനും തടങ്കലിനുമെതിരായ സംരക്ഷണം വകുപ്പ് 18. 22 ഇന്ത്യൻ സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസിന്റെ പേരെന്താണ്? B.R. ഗവായി. ആൻസർ സി. 23 താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സ്വത്തിനും ഉള്ള അവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ആൻസർ എ. 1 മാത്രമാണ് ശരി. 1978 വരെ സ്വത്തിനുള്ള അവകാശം ഒരു മൗലിക അവകാശമായിരുന്നു. ഇനി ആൻസർ സ്റ്റേറ്റ്മെന്റ് 2 300A ആണ് വകുപ്പ്. 300A വകുപ്പ് പ്രകാരമാണ് സ്വത്തിനുള്ള അവകാശം ഒരു നിയമാവകാശമായത്. അതുപോലെ മൊറാർജി ദേശായി ആയിരുന്നു ഈ കാലത്ത് പ്രധാനമന്ത്രി. 24 താഴെ പറയുന്ന ഇനങ്ങളിൽ നിന്നും ഇന്ത്യൻ ഭരണഘടനയിലെ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം കണ്ടെത്തുക. ആൻസർ സി ആണ് ഇൻഷുറൻസ്. 25
ഇന്ത്യൻ ഭരണഘടനയിൽ വരുത്തിയ ചില പ്രധാന ഭരണഘടനാ ഭേദഗതികൾ ചുവടെ നൽകുന്നു. ചേരുംപടി ചേർക്കുക. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. 42-ാം ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ, മിനി ഭരണഘടന എന്നറിയപ്പെടുന്നു. 61-ാം ഭേദഗതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിനുള്ള പ്രായം 21-ൽ നിന്നും 18ആയി കുറച്ചു. 74-ാം ഭേദഗതി നഗരപ്രദേശങ്ങളിലെ പ്രാദേശിക ഗവൺമെന്റുകളെ സംബന്ധിച്ചുള്ളതാണ്. 91-ാം ഭേദഗതി മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തുന്നത് സംബന്ധിച്ച്. 26-ാമത്തെ ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാനത്തിലെ പഞ്ചായത്തുകളെയും മുനിസിപ്പാലിറ്റികളുടെയും വാർഡുകൾ വിഭജിച്ച് അവയുടെ അതിർത്തികൾ നിശ്ചയിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി 2024 രൂപീകരിച്ച കേരള സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? എ ഷാജഹാനാണ്. കേരള തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ അധ്യക്ഷൻ. അപ്പോൾ എ ഷാജഹാനാണ്. 27 സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആര്? ഗവർണറാണ്. ആൻസർ ഡി, ഗവർണർ. 28 ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ വെച്ചായിരുന്നു? 1929 ലാഹോർ സമ്മേളനമാണ്. ആൻസർ ഡി, ലാഹോർ സമ്മേളനം. 29 ഇന്ത്യൻ ആദായ നികുതി നിയമം 1961 പ്രകാരം കേന്ദ്ര സർക്കാർ പിരിക്കുന്ന പ്രത്യക്ഷ നികുതികൾ ഏതൊക്കെയാണ്? ആൻസർ ഡി, 1ഉം 2ഉമാണ്. വ്യക്തിഗത ആദായ നികുതിയും കോർപ്പറേറ്റ് നികുതിയും. 30 താഴെ കൊടുത്ത പ്രസ്താവനകളിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ലക്ഷ്യങ്ങളുമായി യോജിക്കുന്നവ ഏതൊക്കെ? ആൻസർ ബി ആണ്. 1ഉം 2ഉം 3ഉം എല്ലാം യോജിക്കുന്നുണ്ട്. ഗ്രാമപ്രദേശങ്ങളിൽ അധിവസിക്കുന്ന ഏതൊരു കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം 100 ദിവസത്തിൽ കുറയാത്ത അവിദഗ്ധ കായിക തൊഴിൽ ആവശ്യാനുസരണം ഉറപ്പാക്കുക. ദരിദ്രരുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ട് വിഭവാടിത്തറ ശക്തിപ്പെടുത്തുക. സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന എല്ലാ കുടുംബങ്ങളെയും പദ്ധതിയിൽ ചേർക്കുക. 31 താഴെ കൊടുത്ത പ്രസ്താവനകളിൽ സർക്കാർ ധനനയത്തിന്റെ ലക്ഷ്യങ്ങളുമായി യോജിക്കുന്നവ ഏതെല്ലാം? ആൻസർ ബി, 1ഉം 2ഉം 3ഉം യോജിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം യോജിക്കുന്നുണ്ട്. സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക, തൊഴിലവസരം സൃഷ്ടിക്കുക, അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. അതായത് സർക്കാർ ധനനയത്തിന്റെ ലക്ഷ്യങ്ങളാണ് ഫിസിക്കൽ പോളിസിയുടെ ലക്ഷ്യങ്ങൾ. സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക, തൊഴിലവസരം സൃഷ്ടിക്കുക, അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. 32 2024 ജൂലൈ 15 മുതൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആര്? ആൻസർ എ, വിക്രം മിശ്രി. 33 ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിനായി കേരള സർക്കാർ അംഗീകരിച്ച കരിക്കുലത്തിന്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ പരിശീലനം, നൈപുണ്യ വികസനം എന്നിവ നൽകുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കാൻ തീരുമാനിച്ച പദ്ധതി? ആൻസർ എ, പ്രചോദനം പദ്ധതി. 2023 ഗ്രീൻ ഹൈഡ്രജനെ കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയായ നഗരം? ആൻസർ ഡി, ന്യൂഡൽഹി. 35 എന്താണ് ക്യൂണിക്കൾച്ചർ? ആൻസർ ബി, മുയൽ വളർത്തൽ. 36 റോബർട്ട് ബ്രൗൺ എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ആൻസർ സി, കോശകേന്ദ്രം കണ്ടെത്തി. കോശകേന്ദ്രം കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ. 37 ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. 38 രക്തത്തിലെ പ്ലാസ്മയിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീനാണ്? ആൻസർ ബി, ഗ്ലോബുലിൻ. 39 ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗം അല്ലാത്തതേത്? ആൻസർ ഡി, മീസിൽസ് ആണ്, വൈറസ് രോഗമാണ്. 40 ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണമേന്മയും സൗഹാർദ്ദപരമായ സേവനവും ലഭ്യമാക്കുന്ന പദ്ധതിയാണ്? ആൻസർ എ, ആർദ്രം പദ്ധതി. 41 വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് കണരോഗം. നിശാന്തത വിറ്റാമിൻ എ ആണ്. 42 ഭൂഗുരുത്വാകർഷണ ത്വരണം ജിയുടെ മൂല്യം ഏറ്റവും ഉയർന്നിരിക്കുന്നത് എവിടെയാണ്? ആൻസർ ബി, ധ്രുവ പ്രദേശങ്ങളിൽ. ജിയുടെ മൂല്യം ഏറ്റവും കൂടുന്നത് ധ്രുവ പ്രദേശങ്ങളിലാണ്. 43 ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഘർഷണ ബലമാണ് വിസ്കോസിറ്റി അല്ലെ ശ്യാനബലം. ആൻസർ സി. 44 സമവർത്തുള്ള ചലനത്തിൽ മാറ്റമില്ലാതെ തുടരുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ എ, വേഗത. 45 ലോകബാങ്ക് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ? ആൻസർ ഡി, അജയ് ബംഗ. 46 2023 CV കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്ക്? ആൻസർ സി, പെരുമ്പടവം ശ്രീധരൻ. 47 താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ആരുടെ മൂലക വർഗീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഡി, ഹെൻറി മോസ്ലി ആണ്. മോസ്ലിയുടെ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് സമാന ഗുണങ്ങളുടെ മൂലകങ്ങളെ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി 18 ഗ്രൂപ്പുകളും 7 പീരിയഡും ഉണ്ട്. മൂലകങ്ങളെ അറ്റോമിക നമ്പറിന്റെ ആരോഹണ ക്രമത്തിൽ ക്രമീകരിച്ചു. 48 ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിളയുടെ വലുപ്പം മുകളിലേക്ക് എത്തുന്തോറും കൂടി വരുന്നു. ഈ പ്രതിഭാസം ഏത് വാതക നിയമം ഉപയോഗിച്ച് വിശദീകരിക്കാം? ആൻസർ എ, ബോയിൽ നിയമം. 49 നിർവീര്യ ലായകമായ ജലത്തിന്റെ pH മൂല്യം 7 ആണ്.
ജലത്തിലേക്ക് അല്പം ആസിഡ് ചേർത്താൽ ലായനിയുടെ pHന് എന്ത് മാറ്റമുണ്ടാകും? ആൻസർ ബി 7 കുറയുന്നു. 2024 രസാന്തര നോബൽ പുരസ്കാര തുകയുടെ പകുതി ലഭിച്ചത് ആർക്കാണ്? ആൻസർ സി ഡേവിഡ് ബേക്കർ. 51 ഏത് സംഘടനയാണ് പ്ലാനറ്റ് ഓൺ ദി മൂവ് എന്ന പേരിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത്? IUCN. 52 ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരിച്ചറിയുക. പ്രസ്താവന ആൻസർ സി ആണ്. എയും ബിയും ശരിയാണ്. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ സ്വാതി തിരുനാളിന്റെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂറിൽ കർണാടക സംഗീതം പ്രചരിച്ചു തുടങ്ങിയത്. പ്രസ്തുത കാലഘട്ടത്തിൽ കർണാടക സംഗീതം രാജകീയ സദസ്സുകളിൽ മാത്രമായിരുന്നു പ്രചാരണം നേടിയിരുന്നത്. 53 ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. 54 രണ്ട് പ്രസ്താവനയും ശരിയല്ല എന്നുള്ളതാണ് 54ന്റെ ഉത്തരം. 55 ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരിച്ചറിയുക. ഇവിടെ പ്രസ്താവന എയും ബിയും ശരിയല്ല. 56 2025 മെയ് മാസത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പത്രസമ്മേളനം നടത്തിയ ഇന്ത്യൻ വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെയായിരുന്നു? ആൻസർ ഡി കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും. 57 ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരിച്ചറിയുക. പ്രസ്താവന എ ശരിയാണ്, എന്നാൽ ബി ശരിയല്ല. എ എന്താണ്? മലയാള രാഷ്ട്രീയ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോനായിരുന്നു. 58 ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരിച്ചറിയുക. പ്രസ്താവന എയും ബിയും ശരിയാണ്. കേരളത്തിൽ നമ്പൂതിരി ബ്രാഹ്മണർക്കിടയിൽ സാമൂഹിക പരിഷ്കരണം ലക്ഷ്യമാക്കി ആരംഭിച്ച യോഗക്ഷേമ സഭ നിലവിൽ വന്നത് 1908 തൃശ്ശൂരിൽ വെച്ച് ചേർന്ന യോഗക്ഷേമ സഭയുടെ വാർഷിക യോഗത്തിലാണ് യുവജന സംഘം രൂപീകരിക്കപ്പെട്ടത്. 59 ഡാഷിന് ഉദാഹരണമാണ് ആന്റി വൈറസ് സോഫ്റ്റ്വെയർ. ആൻസർ സി ആണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. 60 കോഡ് വ്യത്യാസപ്പെടുത്തുന്നത് വരെ ഉള്ളടക്കം മാറാതെ നിൽക്കുന്ന വെബ് പേജുകളെ എന്ത് വിളിക്കുന്നു? ആൻസർ എ സ്റ്റാറ്റിക് വെബ് പേജ്. 61 എക്സൽ 61 ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. 62 താഴെ ഇന്ത്യയിൽ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ ജില്ല ഏത്? ആൻസർ സി മലപ്പുറം. 63 ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ IT പാർക്ക് ഏത്? ടെക്നോ പാർക്ക് തിരുവനന്തപുരം. 64 2025 വിവരാവകാശ നിയമം അനുസരിച്ച് താഴെ പറയുന്നവയിൽ കേന്ദ്ര സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷന്റെ അധികാരങ്ങളിൽ പെട്ടത് ഏത്? ആൻസർ എ ആണ്. വ്യക്തികളെ വിളിച്ചു വരുത്തി നിർബന്ധപൂർവ്വം ഹാജരാക്കാനും സത്യപ്രതിജ്ഞ ചെയ്ത മൊഴിയായിട്ടോ രേഖാമൂലമോ തെളിവ് നൽകാൻ അവരെ നിർബന്ധിക്കാനുമുള്ള അധികാരം. 65 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച് ഉപഭോക്താവിന്റെ അവകാശങ്ങളിൽ പെടുന്നത് ഏത്? ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ, തൂക്കം, കാര്യക്ഷമത, പരിശുദ്ധി, വില എന്നിവയെക്കുറിച്ച് അറിയാനുള്ള അവകാശം. 66 ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ച് ശരിയല്ലാത്തത് ഏത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ശരിയല്ലാത്തതാണ് ചോദിച്ചത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ മുൻ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ്, മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, മുൻ സുപ്രീം കോടതി ജഡ്ജി എന്നീ പദവികൾ വഹിച്ചിട്ടുള്ളതായിരിക്കണം. എന്നാൽ ഇവിടെ ശരിയെന്ന് പറയുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് മുൻ ഇന്ത്യൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജ് ആയിരിക്കണം. പിന്നെ ബാക്കി ശരിയായ സ്റ്റേറ്റ്മെന്റ് മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള ഉടമ്പടികളും മറ്റ് അന്താരാഷ്ട്ര നിയമങ്ങളും പഠിക്കാനും അവ ഫലപ്രദമായി നടപ്പിലാക്കാനുള്ള ശുപാർശകൾ നൽകാനും ഉള്ള അധികാരം മനുഷ്യാവകാശ കമ്മീഷനുണ്ട്. ഇന്ത്യയിൽ പൗരന്മാരെ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കാനുള്ള ചുമതലയുണ്ട്. മനുഷ്യാവകാശ മേഖലയിൽ ഗവേഷണം നടത്താനും പ്രോത്സാഹിപ്പിക്കാനുമുള്ള അവകാശമുണ്ട്. 67 2012 പോക്സോ നിയമം അനുസരിച്ച് താഴെ പറയുന്നതിൽ ഏതാണ് ലൈംഗികാതിക്രമത്തിന്റെ പരിധിയിൽ വരുന്നത്? ആൻസർ ഡി ആണ്. മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല. 68 2005 ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമം അനുസരിച്ച് പരാതിക്കാരിയും പ്രതിയും സംയുക്തമായോ പ്രതി ഒറ്റയ്ക്കോ ഇരു കക്ഷികളും ഉപയോഗിക്കുന്നതോ ആയ ആസ്തികൾ, ബാങ്ക് ലോക്കറുകൾ, ബാങ്ക് അക്കൗണ്ടുകൾ, പ്രവർത്തിപ്പിക്കൽ, സ്ത്രീധനം ഉൾപ്പെടെ സംയുക്തമായ വെവ്വേറെയോ കൈവശം വെച്ചിരിക്കുന്ന മറ്റേതെങ്കിലും സ്വത്ത് മജിസ്ട്രേറ്റിന്റെ അനുമതിയില്ലാതെ അന്യാധീനപ്പെടുത്തുന്നത് വിലക്കിക്കൊണ്ടുള്ള ഉത്തരവ് താഴെ പറയുന്ന ഏത് ഉത്തരവിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ എ ആണ്. സംരക്ഷണ ഉത്തരവ്. 69 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ 2025 ഇന്ത്യയിൽ നിന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ ഏതൊക്കെ? ആൻസർ ഡി. മേൽപ്പറഞ്ഞതെല്ലാം താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കാങ്കർവാലി ദേശീയോദ്യാനം, മുതുമൽ മെഗാലിത്തിക് മെൻഹിറുകൾ, ചൗസത്ത് യോഗിനി ക്ഷേത്രങ്ങൾ. 70 ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ പ്രഥമ സംസ്ഥാനം? ആൻസർ ബി ഉത്തരാഖണ്ഡ്. 71 -5 നിന്നും ഏത് നമ്പർ കുറച്ചാലാണ് -14 കിട്ടുക? ആൻസർ എ 9. 72 താഴെ തന്നിരിക്കുന്നതിൽ വലുതേത്? ഡി ആണ്. 60ന്റെ 5/4. 73 ഒരു പെൻസിലിന്റെ വില 4.54 ആയാൽ അതുപോലെയുള്ള 30 പെൻസിലിന്റെ വില എത്ര? സി 136.20. 74 റീഡ് എന്നാൽ
$4% 6, പെയ്ഡ് എന്നാൽ $%5 ആയാൽ റിപ്പ് എന്താണെന്നാണ്. ആൻസർ ബി ആണ്. ആൻസർ ബി. ഓറിയൽ റൂം ആണെങ്കിൽ ടെൻഷൻ എന്താണ്? ആൻസർ സി മസിൽ. 76 അരുൺ തന്റെ ക്ലോക്കിൽ 6 PM മണിക്കൂർ സൂചി വടക്കു ദിശയിലേക്ക് സെറ്റ് ചെയ്തു. അങ്ങനെയെങ്കിൽ 9:15 PM ക്ലോക്കിലെ മിനിറ്റ് സൂചിയുടെ ദിശ എന്ത്? ആൻസർ ഡി കിഴക്ക്. 77 പ്ലസ് എന്നാൽ ഡിവിഷനും മൈനസ് എന്നാൽ ഇൻറ്റും ഇൻറ്റു എന്നാൽ പ്ലസും ആയാൽ 100 + 10 - 20 × 2 എത്ര? ആൻസർ ബി 202. 78 ഒറ്റയാനെ കണ്ടെത്തുന്നത് ക്യാൻസൽ ആണ്. 79 5, 10, 15, 20, 25 എന്നീ സംഖ്യയുടെ ശരാശരി എത്ര? ആൻസർ സി 15. 80 2n+5 = 1024 ആയാൽ എക്സിന്റെ വില എത്ര? അതും ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. 81 ചൂസ് ദ കറക്റ്റ് ആൻസർ. ക്രിസ്ത്യൻസ് ഗോ ടു ചർച്ച് എവറി സൺഡേ ഡാഷ് ദേ. ആൻസർ ബി ഡോണ്ട് ദേ. 82 മൈ ബ്രദർ ഈസ് ഇൻട്രസ്റ്റഡ് ഡാഷ് റീഡിംഗ് സയൻസ് ഫിക്ഷൻസ്. ആൻസർ ഡി ആണ് ഇൻട്രസ്റ്റഡ് ഇൻ റീഡിംഗ്. 83 ഐ ഹാവ് ബീൻ ലിവിംഗ് ഓൺ ദിസ് ഹൗസ് ഡാഷ് ദ ലാസ്റ്റ് 10 years. ആൻസർ സി ആണ് ഫോർ ദ ലാസ്റ്റ് 10 years. 84 ഇഫ് യു സ്റ്റഡി വെൽ യു ഡാഷ് പാസ് ദ എക്സാമിനേഷൻ. ആൻസർ എ ആണ് വിൽ. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ദ എക്സാമിനേഷൻ. 85 വൺ ഓഫ് ദ ബോയ്സ് ഡാഷ് ആബ്സെൻറ്റ് ടുഡേ. ആൻസർ ഡി ആണ് വൺ ഓഫ് ദ ബോയ്സ് ഈസ് ആബ്സെൻറ്റ് ടുഡേ ആണ്. വൺ ഓഫ് ദ കഴിഞ്ഞാൽ പ്ലൂറൽ നൗണും സിംഗുലർ വേർബും ആണ്. 86 ഐ ഡാഷ് മുംബൈ ലാസ്റ്റ് ഇയർ. ബി ആണ് വിസിറ്റഡ്. ലാസ്റ്റ് ഇയർ വന്നാൽ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ ലാസ്റ്റ് ഇയർ വന്നുകൊണ്ട് വിസിറ്റഡ്. 87 ഐ ഡാഷ് മൈ ന്യൂ ഡ്രസ് ഓൺ മൈ ബർത്ത്ഡേ. ഐ ഡാഷ്. അപ്പോൾ ഡി ആണ് പുട്ട് ഓൺ ആണ്. പുട്ട് ഓണിൻ്റെ മീനിങ് എന്ന് പറയുന്നത് വിയർ ആണ്. അപ്പോൾ ഐ പുട്ട് ഓൺ മൈ ന്യൂ ഡ്രസ് ഓൺ മൈ ബർത്ത്ഡേ ആണ്. പുട്ടപ്പ് വിത്ത് എന്ന് വെച്ചാൽ സഹിക്കുക. പുട്ട് ഓഫ് എന്ന് വെച്ചാൽ നീട്ടി വയ്ക്കുക. ദ ആൻറ്റോണിയം ഫോർ അമറ്റ്വർ ഈസ് ഡാഷ്. ആൻസർ പ്രൊഫഷണൽ. അമറ്റ്വറിൻ്റെ ഓപ്പോസിറ്റ് ആണ് പ്രൊഫഷണൽ. 89 ഹി ഹാസ് ബീൻ ഇലക്റ്റഡ് ടു ഡാഷ് കൗൺസിൽ. കൗൺസിൽ COUNCIL. ആൻസർ ബി. ദ സിനോണിം ഓഫ് അമിയബിൾ ഈസ്. ആൻസർ ഡി ഫ്രണ്ട്ലി ആണ്. അമിയബിൾ ഫ്രണ്ട്ലി. ശരിയായ പദം തിരഞ്ഞെടുക്കുക. അതിൽ ഇവിടെ ഓപ്ഷൻ ബി ആണ് അതിഥിയാണ് ശരി. ഭൂമിയുടെ പര്യായ പദം അല്ലാത്തത് ഏത്? ആൻസർ സി ജനനി. മേധിനി അവനി ധരണി ഭൂമിയാണ്. മേധിനി അവനി ധരണി ഭൂമി. അങ്കുശം എന്നതിൻ്റെ വിപരീത പദം ഏത്? നിരങ്കുശം. അങ്കുശം ഓപ്പോസിറ്റ് നിരങ്കുശം. കൺ പ്ലസ് നീർ ചേർത്ത് എഴുതിയാൽ കണ്ണീറാണ്. കൺ പ്ലസ് നീർ കണ്ണീർ. ശരിയായ വാക്യം ഏത്? ആൻസർ ഡി ആണ് മുതിർന്നവരെ നാം ബഹുമാനിക്കണം. 96ാമത്തെ ക്വസ്റ്റ്യൻ പ്രത്യുപകാരം പിരിച്ചെഴുതുക. ആൻസർ സി ആണ് പ്രതി പ്ലസ് ഉപകാരം പ്രത്യുപകാരം. 97 ആസ് ദ സീഡ് സോ ദ സ്പ്രൗട്ട്. ആൻസർ ബി ആണ് വിതച്ചതേ കൊയ്യൂ. 98 ഈ പദത്തിന്റെ സ്ത്രീലിംഗം ഏതാണ്? കവി. കവയിത്രിയാണ്. കവയിത്രി. 99 താഴെ കൊടുത്തവയിൽ അലിംഗ ബഹുവചനത്തിന് ഉദാഹരണമല്ലാത്ത പദം ഏത്? ആൺകുട്ടികളാണ്. ആൻസർ സി. അലിംഗ ബഹുവചനം എന്ന് വെച്ചാൽ നമുക്ക് ആണോ പെണ്ണോ എന്നുള്ള തിരിച്ചറിയാൻ പറ്റൂല. അപ്പോൾ ഇവിടെ മക്കളും ജനങ്ങളും തൊഴിലാളികളൊക്കെ നമുക്ക് അലിംഗമാണ്. എന്നാൽ ആൺകുട്ടികൾ എന്ന് പറയുമ്പം അവിടെ ആണെന്നുള്ളൊരു ഇത് നമുക്ക് കിട്ടി. 100 അറിയാനുള്ള ആഗ്രഹം എന്നതിൻ്റെ ഒറ്റപ്പദം. ആൻസർ ബി ജിജ്ഞാസ. താങ്ക് യു.